ഹേ ഗായ്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോസ്റ്റ് അക്കൗണ്ടിങ്ങിലെ ബഡ്ജറ്റ് ആൻഡ് ബഡ്ജറ്ററി കൺട്രോളിലെ ഇല്ലുസ്ട്രേഷൻ 2 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിച്ച് നോക്കാം. പ്രൊഡക്റ്റ് എക്സിൻ്റെയും പ്രൊഡക്റ്റ് വൈയുടേതും പ്രൊഡക്ഷൻ തന്നിട്ടുണ്ട്, അതേപോലെ തന്നെ ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് വേജസ്, പിന്നെ ടോട്ടൽ ഫാക്ടറി ഓവർഹെഡും തന്നിട്ടുണ്ട്. നമുക്ക് ഈ ഡീറ്റെയിൽസ് തന്നെ എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് പ്രൊഡക്ഷൻ കോസ്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമുക്ക് ഈ ഡയറക്റ്റ് മെറ്റീരിയലും അതേപോലെ തന്നെ വേജസിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് തന്നിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത വായിക്കാം. ഈ കമ്പനീസ് മാനുഫാക്ചറിങ് 2 പ്രൊഡക്റ്റ് എക്സ് ആൻഡ് വൈ. എ ഫോർകാസ്റ്റ് അബൌട്ട് ദ നമ്പർ ഓഫ് യൂണിറ്റ് ടു ബി സോൾഡ് ഇൻ ദ ഫസ്റ്റ് 7 months ഈസ് ഗിവൻ ബിലോ. അതായത് പ്രൊഡക്റ്റ് എക്സിൻ്റെയും പ്രൊഡക്റ്റ് വൈയുടേതും 7 മാസത്തെ സെയിൽസ് ആണ് നമുക്ക് ഈ തന്നിരിക്കുന്ന ഡാറ്റാസ് എന്ന് പറഞ്ഞാൽ ജനുവരി ടു ജൂലൈ തന്നിരിക്കുന്നത് വെച്ചാൽ. ഓക്കെ, ഇനി പറഞ്ഞിട്ടുണ്ട് ദർ വിൽ ബി നോ വർക്കിംഗ് പ്രോഗ്രസ് അറ്റ് ദ എൻഡ് ഓഫ് എനി മന്ത്. അതായത് ഒരു മാസത്തിലും എന്തില്ല, വർക്കിംഗ് പ്രോഗ്രസ് ഇല്ല എന്ന് അവർ പറയുന്നുണ്ട്. അതേപോലെ തന്നെ finished unit equal to half the sale for the next month will be in stock at the end of each month. അതായത് ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് അടുത്ത മാസത്തെ സെയിൽസിൻ്റെ പകുതിയായിരിക്കും. ഫോർ എക്സാമ്പിൾ ജനുവരിയിലെ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് ഫെബ്രുവരിയിലെ സെയിൽസിൻ്റെ പകുതിയായിരിക്കും. അപ്പോൾ ജനുവരിയിലെ ക്ലോസിംഗ് സ്റ്റോക്ക് എത്രയാണ്? 12,000 ഡിവൈഡഡ് ബൈ 2, അതായത് 6,000 ആയിരിക്കും ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് ജനുവരിയിൽ. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് ഓപ്പണിംഗ് സ്റ്റോക്ക് കാണണം. ഓപ്പണിംഗ് സ്റ്റോക്ക് എങ്ങനെ കാണേണ്ടതെന്ന് വെച്ചാൽ അതാത് സെയിൽസിൻ്റെ പകുതി ആയിരിക്കും ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. അതായത് ജനുവരിയിൽ 10,000ൻ്റെ പകുതി ആയിരിക്കും ജനുവരിയിലെ ഓപ്പണിംഗ് സ്റ്റോക്ക്. നമുക്കിനി ഒന്ന് ചെയ്ത് നോക്കാം. ഇതിൽ ഫസ്റ്റ് നമുക്ക് സെയിൽസ് തന്നിട്ടുണ്ട് അല്ലേ, ജനുവരിയുടെയും അതേപോലെ തന്നെ ജനുവരി ടു ജൂലൈ വരെയുള്ള സെയിൽസ് നമുക്ക് തന്നിട്ടുണ്ട് പ്രൊഡക്റ്റ് എക്സിൻ്റെയും വൈയുടെയും. പക്ഷേ നമുക്ക് ജൂലൈ വരെയുള്ളത് വേണ്ട, നമുക്ക് ജൂൺ വരെയുള്ളത് മാത്രം ചെയ്താൽ മതി. അപ്പം നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യുക, സെയിൽസ് ഇട്ട് കൊടുക്കാം. സെയിൽസ് ജനുവരി ടു ജൂണിലുള്ള സെയിൽസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ക്ലോസിംഗ് സ്റ്റോക്കാണ്, ആഡ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഓക്കെ, ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മളിപ്പോൾ പറഞ്ഞു എങ്ങനെയായിരിക്കും, അടുത്ത മാസത്തെ സെയിൽസിൻ്റെ പകുതിയായിരിക്കും ഈ മാസത്തെ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ. അതായത് ജനുവരിയിലെ ക്ലോസിംഗ് സ്റ്റോക്ക് എന്നാൽ ഫെബ്രുവരിയുടെ സെയിൽസിൻ്റെ പകുതി, അങ്ങനെ 6,000. അതേപോലെ തന്നെ മാർച്ചിൻ്റെ സെയിൽസിൻ്റെ പകുതിയായിരിക്കും ഫെബ്രുവരിയിൽ 8,000. അങ്ങനെ നമ്മൾ ഇട്ടു. അത് കഴിഞ്ഞിട്ട് ഓപ്പണിംഗ് സ്റ്റോക്ക്. ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ അതാത് മാസത്തെ പകുതിയായിരിക്കും ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ. അതായത് ഇപ്പോൾ ജനുവരിയിൽ 10,000, അപ്പോൾ 10,000ൻ്റെ പകുതി 5,000. ഫെബ്രുവരിയിൽ 12,000, അപ്പോൾ 12,000ൻ്റെ പകുതി 6,000. അങ്ങനെ നമ്മൾ ഇട്ടു. നമ്മൾ എന്ത് ചെയ്തു, ടോട്ടൽ പ്രൊഡക്ഷൻ കണ്ടുപിടിച്ചു. ഇതിൽ ഇത്ര മാത്രമേ ചെയ്യാനുള്ളൂ. അപ്പം നമുക്കിവിടെ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ജനുവരി ടു ജൂൺ വരെയുള്ളത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1,11,000 ആണ്. അതേപോലെ തന്നെ നമ്മൾ വൈയിടതും കാണുക. വൈയിടതും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പിന്നെ ചെയ്യാൻ പോകുന്നത് നമുക്ക് കുറച്ച് ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട് അല്ലേ. അതായത് പ്രൊഡക്ഷൻ എത്രയാണ്, മെറ്റീരിയൽസ് എത്രയാണ്, വേജസിൻ്റെ, പിന്നെ അതേപോലെ തന്നെ ഫാക്ടറി ഓവർഹെഡും തന്നിട്ടുണ്ട്. ഇത് നമുക്ക് തന്നിരിക്കുന്നത് എന്തിനാണ്, നമുക്ക് പ്രൊഡക്ഷൻ കോസ്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഈ ഒരു ഡാറ്റാസ് നമുക്ക് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്കിവിടെ ടോട്ടൽ നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട് എക്സിന് എത്ര ടോട്ടൽ പ്രൊഡക്ഷൻ, അതേപോലെ തന്നെ വൈക്ക് എത്ര ടോട്ടൽ പ്രൊഡക്ഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു ഡീറ്റെയിൽസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം, കോസ്റ്റ് ഷീറ്റ് കണ്ടുപിടിക്കണം. കോസ്റ്റ് ഷീറ്റിൽ നമ്മൾ ഓൾറെഡി പ്രൊഡക്ഷൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. എക്സിൻ്റെ പ്രൊഡക്ഷൻ 1,11,000, അതേപോലെ തന്നെ വൈഡ് ടോട്ടൽ പ്രൊഡക്ഷൻ 1,27,000. അതേപോലെ തന്നെ നമുക്കിവിടെ കോസ്റ്റ് ഷീറ്റ് നമുക്ക് ചെയ്യാൻ അറിയാലോ, ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് വേജസ്, അതേപോലെ തന്നെ ഫാക്ടറി ഓവർഹെഡ്. ഇതാണ് അതിൻ്റെ ഒരു ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പം നമുക്കിവിടെ ഡയറക്റ്റ് മെറ്റീരിയലിൻ്റെ യൂണിറ്റ് വന്നിട്ടുണ്ട് 12.5. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ഈ 1,11,000നെ 12.5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. അതേപോലെ തന്നെ 1,27,000നെ 12.5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് ടോട്ടൽ ഈ ഒരു എമൗണ്ട് കിട്ടും. അത് കഴിഞ്ഞിട്ട് ഡയറക്റ്റ് വേജസ് തന്നിട്ടുണ്ട് 4.5ഉം പിന്നെ വൈ ഇത് 7ഉം. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ഈ 1,11,000നെ 4.5ഉം അതേപോലെ തന്നെ 7ഉം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 4,99,500ഉം അതേപോലെ തന്നെ 8,89,000 നമുക്ക് കിട്ടും. അത് കഴിഞ്ഞിട്ട് പിന്നെ തന്നിരിക്കുന്നതാണ് ഫാക്ടറി ഓവർഹെഡ്. ഫാക്ടറി ഓവർഹെഡ് നമുക്ക് 6,16,000ഉം അതേപോലെ തന്നെ 9,16,000ഉമാണ്. പക്ഷെ അതോടൊപ്പം തന്നെ നമുക്ക് വേറൊരു ഡീറ്റെയിൽ തന്നിട്ടുണ്ട്, പ്രൊഡക്ഷൻ അല്ലേ. പ്രൊഡക്ഷൻ 2,20,000ഉം അതേപോലെ തന്നെ 2,14,000ഉം ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ഫാക്ടറി ഓവർഹെഡിൻ്റെ റേറ്റ് കണ്ടുപിടിക്കാനായിട്ട് നമ്മളൊന്നുമില്ല. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, ടോട്ടൽ എത്ര ഫാക്ടറി ഓവർഹെഡ് ഉണ്ടോ അത് ഡിവൈഡഡ് ബൈ പ്രൊഡക്ഷൻ. അപ്പം നമുക്ക് എത്ര കിട്ടും, 3 കിട്ടും അല്ലേ. ആ 3നെ നമ്മൾ എന്ത് ചെയ്യുക, ഈ എക്സിൻ്റെ ടോട്ടൽ പ്രൊഡക്ഷൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതേപോലെ തന്നെ ഈ 1,27,000 വൈയുടെ ടോട്ടൽ പ്രൊഡക്ഷൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പം നമുക്കിതിന് ടോട്ടൽ എമൗണ്ട് കിട്ടും. ഇതിൽ ഇത് മാത്രമേ ചെയ്യാനുള്ളൂ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ഫസ്റ്റ് നമ്മൾ പ്രൊഡക്ഷൻ ബഡ്ജറ്റ് കാണുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇപ്പോൾ കോസ്റ്റ് ഷീറ്റ് ചെയ്യാനുള്ള ഒരു ഡാറ്റ ഉണ്ട്, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, പ്രൊഡക്ഷൻ കോസ്റ്റും കാണുക. അതിൻ്റെ ഈ ഒരു ഇതിൽ ഇത്ര മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യുക. എൻ്റെ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക.